നമസ്കാരം. ഇന്നത്തെ 2026 ജനുവരി 11 കേരളത്തിലെ പ്രധാന വാർത്തകളുമായി വാർത്താപ്രഭാതം. കേരളത്തിൽ രാഷ്ട്രീയമായും സാമൂഹികമായും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച പ്രധാന തലക്കെട്ടുകൾ താഴെ നൽകുന്നു. 1. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമതൊരു ബലാത്സംഗക്കേസിൽ കൂടി പോലീസ് കസ്റ്റഡിയിലായി. കാനഡയിൽ നിന്നുള്ള യുവതി നൽകിയ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. വിശദാംശങ്ങൾ. പത്തനംതിട്ട A.R ക്യാമ്പിലെത്തിച്ച രാഹുലിനെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മാവേലിക്കര ജയിലിൽ 26/2026 എന്ന നമ്പറിലാണ് അദ്ദേഹം നിലവിൽ കഴിയുന്നത്. പരാതിക്കാരിയുമായുള്ള ചാറ്റുകൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും താൻ നിരപരാധിയാണെന്നും രാഹുൽ പ്രതികരിച്ചു. 2. കേരളത്തിൽ ബി.ജെ.പി. മുഖ്യമന്ത്രി വരും. അമിത് ഷാ. തിരുവനന്തപുരത്ത് NDA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർണായക പ്രഖ്യാപനം നടത്തി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയുടെ ലക്ഷ്യം മിഷൻ 2026 ആണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങൾ. കേരളത്തിൽ ബി.ജെ.പി. അധികാരത്തിൽ വരുമെന്നും ഒരു ബി.ജെ.പി. മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണമോഷണക്കേസ് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാരിനെ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. 3. മകരവിളക്ക്. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ. ശബരിമലയിൽ മകരവിളക്കിനോട് അനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിശദാംശങ്ങൾ. ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിലയ്ക്കൽ, പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വീഴ്ചയുണ്ടാകരുതെന്നും കോടതി ദേവസ്വം ബോർഡിനോടും പോലീസിനോടും ആവശ്യപ്പെട്ടു. 4. സംസ്ഥാനത്ത് പരക്കെ മഴ. 11 ജില്ലകളിൽ ജാഗ്രത. ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ ഇന്നും കനത്ത മഴ തുടരുന്നു. വിശദാംശങ്ങൾ. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ഒഴികെയുള്ള 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ശബരിമല പാതയിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. 5. ശബരിമല സ്വർണ്ണമോഷണക്കേസ്. അന്വേഷണം ഊർജിതം. ശബരിമല സ്വർണ്ണമോഷണക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെയും കുടുംബത്തെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘം ശക്തമാക്കി. വിശദാംശങ്ങൾ. തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധന നടത്തി. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം നിലവിൽ മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലാണ്. കേസിൽ പാർട്ടി നടപടിയുണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. 6. കായികം. ഇന്ത്യയ്ക്ക് മിന്നും ജയം. ഇന്ത്യ-ന്യൂസിലൻഡ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് വിജയം. വിശദാംശങ്ങൾ. വിരാട് കോഹ്ലി 93 റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ ഇന്നിംഗ്സിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 28,000 റൺസ് തികയ്ക്കുന്ന മൂന്നാമത്തെ താരമെന്ന റെക്കോർഡ് കോഹ്ലി സ്വന്തമാക്കി. പരിക്കേറ്റ ഋഷഭ് പന്ത് പരമ്പരയിൽ നിന്ന് പുറത്തായി. 7. മറ്റ് പ്രധാന